Third question. Find the line integral of f of x y z equal to find the line integral of f of x y z equal to x plus y plus z over the straight line segment from 1, 2, 3 to 0, minus 1, 1. Find the line integral of f of x y z equal to x plus y plus z over the straight line segment from 1, 2, 3 to 0, minus 1, 1. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡിനെ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ, നേരത്തെ പ്രോബ്ലം പോലെയല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടേ കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലാതെ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ മാർഗ്ഗമൊന്നുമില്ല. ഇവിടെ എക്സ് വേരി ചെയ്യുന്ന പോലെയല്ല വൈ വേരി ചെയ്യുന്ന പോലെയല്ല ഇസഡ്. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുമ്പ് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ആദ്യത്തെ പ്രോബ്ലം ആയിരുന്നെങ്കിൽ 0, 0, 0 തൊട്ട് 1, 1, 1 എന്ന് പറയുമ്പോൾ എക്സും വൈയും ഇസഡും ഒരുപോലായിരുന്നു. പിന്നത്തെ പ്രോബ്ലത്തിലാണെങ്കിലും 1, 1, 0 തൊട്ട് 1, 1, 1 വരെ എന്ന് പറയുമ്പോൾ എക്സും വൈയും കോൺസ്റ്റൻറ്റ് ഇസഡ് മാത്രം വേരി ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. ഇവിടെ നമുക്ക് എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 1, 2, 3 to 0, minus 1, 1 ഈസ് നമുക്ക് എക്സ് മൈനസ് 1 ബൈ 0, minus 1. അതായത് ഇതിനെ x1, y1, z1 എന്നും ഇതിനെ x2, y2, z2 എന്ന് കൊടുത്താൽ x മൈനസ് x1 ബൈ x2 മൈനസ് x1, y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു z മൈനസ് z1 ബൈ z2 മൈനസ് z1 ഇസ് ഈക്വൽ ടു t ഇതെടുക്കുക. x മൈനസ് x1 ബൈ x2 മൈനസ് x1 നേരത്തെ ഫോർമുല തന്നതാണ്. x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു z മൈനസ് z1 ബൈ z2 മൈനസ് z1 ഇസ് ഈക്വൽ ടു t. നമുക്ക് x മൈനസ് 1 ബൈ മൈനസ് 1 ഈക്വൽ ടു y മൈനസ് 2 ബൈ മൈനസ് 3 ഈക്വൽ ടു z മൈനസ് 3 ബൈ മൈനസ് 2 ഈക്വൽ ടു t എന്ന് വരും. ഇതിൽ നമുക്ക് x മൈനസ് 1 ഈക്വൽ ടു മൈനസ് t, y മൈനസ് 2 ഈക്വൽ ടു മൈനസ് 3t, z മൈനസ് 3 ഈക്വൽ ടു മൈനസ് 2t എന്ന് കിട്ടും. x മൈനസ് 1 ഈക്വൽ ടു മൈനസ് t, y മൈനസ് 2 ഈക്വൽ ടു മൈനസ് 3t, z മൈനസ് 3 ഈക്വൽ ടു മൈനസ് 2t എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് x ഈക്വൽ ടു 1 മൈനസ് t, y ഇസ് ഈക്വൽ ടു 2 പ്ലസ് 3t, z ഇസ് ഈക്വൽ ടു 3 പ്ലസ് 2t എന്ന് കിട്ടുമല്ലോ. x ഈക്വൽ ടു 1 മൈനസ് ടി, z ഇസ് ഈക്വൽ ടു 2 പ്ലസ് 3t, z ഇസ് ഈക്വൽ ടു 3 പ്ലസ് 2t. ഇനി നമുക്ക് റേഞ്ചും കൂടെ വേണം. അപ്പം ടിയുടെ റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ് നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇവിടെ എക്സ് എവിടം തൊട്ട് എവിടം വരെയാണ്? 1 തൊട്ട് 0 വരെയാണ്. എക്സ് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ടിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ടിക്ക് നമ്മൾ 0 കൊടുത്താൽ മതി. അപ്പം എക്സ് 1 തൊട്ട് 0 വരെ വേരി ചെയ്യുന്നു. അപ്പം എക്സ് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ടി 0 കൊടുക്കണം. ഇനി എക്സ് 0 കൊടുക്കണമെങ്കിലോ ടിക്ക് നമ്മൾ 1 കൊടുക്കണം. അപ്പോൾ ടിയുടെ റേഞ്ച് 0 തൊട്ട് 1 വരെയാണ് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മൾ ആദ്യം പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടിയുടെ റേഞ്ചാണ് വേണ്ടത്. പാരാമെട്രിക് ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു z മൈനസ് z1 ബൈ z2 മൈനസ് z1 ഈക്വൽ ടു ടി എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഈ ടിയുടെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി 1 തൊട്ട് 0 വരെയാണ് എക്സിൻ്റെ റേഞ്ച്. അപ്പോൾ എക്സ് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ടിക്ക് എത്ര കൊടുക്കണം നോക്കുക. അപ്പോൾ ടിക്ക് 0 കൊടുക്കണം. എക്സ് 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ടിക്ക് നമ്മൾ 1 കൊടുക്കണം. അപ്പം ടി വേരീസ് ഫ്രം 0 to 1 എന്ന് നമുക്ക് ഒരു രീതി കിട്ടി. ഇനി നമുക്ക് വേറെ 2 വൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വൈയിൽ നോക്കിയേ, വൈക്ക് നമുക്ക് 2 തൊട്ട് മൈനസ് 1 വരെ വേരി ചെയ്യണം. വൈ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ ടി ഈക്വൽ ടു 0. വൈ മൈനസ് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് 2 മൈനസ് 3t ആണ്. എഴുതിയപ്പോൾ മാറിപ്പോയത്. 2 മൈനസ് 3t, 3 മൈനസ് 2t ആണ്. എഴുതിയപ്പോൾ മാറിപ്പോയതാണ്.
2a പോസിറ്റീവാണ്. 2 മൈനസ് 3t 3 മൈനസ് 2t. അപ്പോൾ നമ്മൾ ടിക്ക് 0 കൊടുക്കുമ്പം y ഈക്വൾ ടു 2, ടിക്ക് 1 കൊടുക്കുമ്പം y ഈക്വൾ ടു -1. കറക്റ്റ് അല്ലേ? 2 തൊട്ട് -1 വരെ. ഇനി ഇവിടെ ആണെങ്കിലും വെരിഫൈ ചെയ്യാം. ടിക്ക് 0 കൊടുത്താൽ ഇസഡ് 3, ടിക്ക് 1 കൊടുക്കുമ്പം ഇസഡ് ഇസ് ഈക്വൾ ടു 1, 3 തൊട്ട് 1 വരെ. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡ് ഇൻ ടേംസ് ഓഫ് ടി കിട്ടി. അപ്പോൾ നമുക്ക് r bar of t എഴുതാം. r bar of t is equal to vector r is equal to 1 minus ti plus 2 minus 3tj plus 3 minus 2tk എന്ന് കിട്ടും. വെക്റ്റർ r is equal to xi plus yj plus zk ആണ്. അപ്പോൾ അത് 1 minus ti plus 2 minus 3tj പ്ലസ് 3 മൈനസ് 2tk എന്ന് കിട്ടും. ഇനി നമുക്ക് വെലോസിറ്റി വെക്റ്റർ കണ്ടുപിടിക്കണം. ടിയുടെ റേഞ്ചും കൂടെ എഴുതണം. 0 ലെസ് ദാൻ ഓർ ഈക്വൾ ടു t ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1. ഇനി വെലോസിറ്റി വെക്റ്റർ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം മൈനസ് ആയി, ഇവിടെ ചെയ്യുമ്പം -3j, ഇവിടെ -2k. മോഡുലസ് ഓഫ് v ബാർ ഓഫ് t ഈക്വൾ ടു 1 പ്ലസ് 9 പ്ലസ് 4 √14 വരും. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് വൈ ഇസഡിനെ ഇൻ ടേംസ് ഓഫ് എഫ് ഓഫ് 1 മൈനസ് ടി 2 മൈനസ് 3t 3 മൈനസ് 2t കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അതെന്തായിട്ട് മാറും? നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ അല്ലേ? എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ, അത് ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് മാറ്റുമ്പം 1 മൈനസ് ടി 2 മൈനസ് 3t പ്ലസ് 3 മൈനസ് 2t എന്ന് വരും. അപ്പം 1 പ്ലസ് 2 3, 3 പ്ലസ് 3 6, മൈനസ് ടി മൈനസ് 3t മൈനസ് 4t മൈനസ് 2t മൈനസ് 6t. Therefore, integral over c f of xy z ds is equal to integral 0 to 1 f of x y z പകരം നമുക്ക് 6 മൈനസ് 60 ഇൻറ്റു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 6 മൈനസ് 60 മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് √14 ഡി ടി വരും. അതിൽ √14 കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പുറത്തെടുക്കാം. √14 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 6 മൈനസ് 60ആണ്. അപ്പോൾ 6നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 60, 60യെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6t²/2 റേഞ്ച് 0 to 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു √14 ഇൻറ്റു 6 മൈനസ് 3, 6ഉം 3 കൂടെ കിട്ടുമ്പോൾ 3, 6 ഇവിടെ ടി കൊടുക്കുമ്പോൾ 6, ഇവിടെ കൊടുക്കുമ്പോൾ 3, റേഞ്ച് 0 കൊടുക്കുമ്പോൾ 0 ആണ്. അപ്പോൾ 3 ഇൻറ്റു √14 വരും. ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 1 2 3 to 0 -1 1 ആയെന്ന് ചോദിച്ചു. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, ആർ ബാർ ഓഫ് ടി ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി കിട്ടി. എഫ് ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഫ് ഇൻ ടേംസ് ഓഫ് ടി എ ഇൻറ്റു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻറ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു integrate f of x y z equal to x plus y plus z divided by x square plus y square plus z square. Integrate f of x y z equal to x plus y plus z divided by x square plus y square plus z square over the path r bar of t equal to ti plus tj plus tk. 0 less than a less than or equal to t less than or equal to b. Integrate f equal to x plus y plus z divided by x square plus y square plus z square over the path r bar of t equal to ti plus tj plus tk.
0 ലെസ് ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൾ ടു ബി. അതായത് ടിയുടെ റേഞ്ച് എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്. അത് പോസിറ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് 0 ലെസ് ദാൻ എ എന്നിട്ടേക്കുന്നത്. നമുക്ക് ആർ ബാർ ഓഫ് ടി തന്നിട്ടുണ്ട്. ആദ്യം വെലോസിറ്റി വെക്ടർ, ഇതെല്ലാം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ പിന്നെ 1-2 ചെയ്ത് തന്നതാണ് നിങ്ങൾക്ക് ഒരു യൂസ്ഡ് ആവാൻ വേണ്ടി. ആദ്യം വെലോസിറ്റി വെക്ടർ കാണണം. അപ്പോൾ I പ്ലസ് ജെ പ്ലസ് കെ എന്ന് കിട്ടും. വെലോസിറ്റി വെക്ടർ ആദ്യം വി ബാർ ഓഫ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dr/dt ആണ് ചെയ്യുന്നത്. അപ്പോൾ വെക്ടർ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെക്ടർ വി കിട്ടും. അത് I പ്ലസ് ജെ പ്ലസ് കെ. ഇനി അതിൻ്റെ മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് √3 കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ? എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറാണ്. അപ്പോൾ എക്സിന് ടി കൊടുക്കുമ്പോൾ ടി പ്ലസ് ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3t ഡിവൈഡ് ബൈ 3t സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/t. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1/t കിട്ടി. Therefore, integral a to b f integral over s integral over c f of x y z ds എന്ന് പറയുന്ന integral a to b f of t modulus of v bar of t dt ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f of t എന്ന് പറയുന്നത് 1/t മോഡുലസ് ഓഫ് v bar of t എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. വെലോസിറ്റി വെക്ടറും അതിൻ്റെ മോഡുലസും കണ്ടുപിടിച്ചു. എഫിനെ ഇൻ ടേംസ് ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഇൻ്റഗ്രൽ a to b 1/t dt. 1/tയുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗാണ് വരുന്നത്. അപ്പോൾ √3 ഇൻറ്റു ലോഗ് ടി ഫ്രം a to b വരും. വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ലോഗ് ബി മൈനസ് ലോഗ് എ എന്ന് വരും. √3 ഇൻറ്റു ലോഗ് ബി മൈനസ് ലോഗ് എ വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് ബി മൈനസ് ലോഗ് എ നമുക്ക് ലോഗ് ബി ബൈ എ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് ബി ബൈ എ. √3 ഇൻറ്റു ലോഗ് ബി ബൈ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. √3 ഇൻറ്റു ലോഗ് ബി ബൈ എ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എക്സസൈസിൽ കിടക്കുന്ന ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ഹോംവർക്ക് ആയിട്ട് തരാം. അത് പാരാമെട്രൈസേഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് പാരാമെട്രൈസേഷൻ തരാത്ത പ്രോബ്ലം ഞാൻ ചെയ്തു തന്നു. ഇനി ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 5th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് പ്ലസ് വൈ ഡി എസ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി x plus y ds where c is the straight line segment, x equal to t, y equal to 1 minus t, z equal to 0 from 0 1 0 to 1 0 0. Evaluate integral over c x plus y ds where c is the straight line segment, x equal to t, y equal to 1 minus t, z is equal to 0 from 0 1 0 to 1 0 0. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഇസഡിനെയാണ് എക്സ് പ്ലസ് വൈ എന്ന് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എക്സ് പ്ലസ് വൈ അത് ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി ഡി എസിന് പകരം നമ്മൾ ഇതിനെ ആർ ബാർ ഓഫ് ടി ഇവിടെ എന്താ വരുന്നത്? ടി ഐ പ്ലസ് 1 മൈനസ് ടി ജെ പ്ലസ് 0 കെ ആണ്. അതിൽ നിന്ന് നമ്മൾ വെലോസിറ്റി വെക്ടറും അതിൻ്റെ മോഡുലസും കണ്ടുപിടിക്കണം. ഇനി ടിയുടെ റേഞ്ച് കണ്ടുപിടിക്കണം. എക്സ് ടി ആണ്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും ടി വേരി ചെയ്യുന്നത്. എക്സ് ഇവിടെ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കിയേ? 0 തൊട്ട് 1 വരെ. അപ്പോൾ ടി വേരീസ് ഫ്രം 0 to 1. അപ്പം വെലോസിറ്റി ആർ ബാർ ഓഫ് ടിയിൽ നിന്ന് വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കുക, മോഡുലസ് കണ്ടുപിടിക്കുക, എക്സ് പ്ലസ് വൈ ഇൻ ടേംസ് ഓഫ് ടി എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് പ്ലസ് ടി എന്നുള്ളത് എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് ടി ചെയ്തിട്ട് ഡി എസിന് പകരം മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ പറഞ്ഞേക്കാം. ഇത് ആൻസർ വരുന്നത് √2 ആണ്. ആൻസർ √2 വരും. 6th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി
xy plus y plus z ds. Evaluate xy plus y plus z ds along the curve r bar of t equal to 2ti plus tj plus 2 minus 2tk. Evaluate integral over c xy plus y plus z ds along the curve r bar of t equal to 2ti plus tj plus 2 minus 2tk. 0 less than or equal to t less than or equal to 1. ഇവിടെ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ആർ ബാർ തന്നിട്ടുണ്ട്, റേഞ്ച് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. എഫ് ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ്, അതിന് ഇൻ ടേംസ് ഓഫ് ദിസ് പാരാമീറ്റർ ടി ആക്കുക. അപ്പോൾ എക്സിന് പകരം 2t, വൈക്ക് പകരം ടി, ഇസഡിന് പകരം 2 മൈനസ് 2t അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി കിട്ടും. ഡി എസ് കിട്ടാൻ വേണ്ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് വെലോസിറ്റി വെക്ടർ കാണുക, അതിൻ്റെ മോഡുലസ് കാണുക. റേഞ്ച് 0 to 1 ആണ്. ഇത് ചെയ്യുമ്പോൾ ആൻസർ 13/2 കിട്ടും. ആൻസർ 13/2. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഹോംവർക്ക്. Integrate f of x y z equal to x plus root y minus z square. Integrate f of x y z equal to x plus root y minus z square over the path from 0 0 0 to 1 1 1. Over the path from 0 0 0 to 1 1 1, given by C1 r bar of t equal to ti plus t square j. 0 less than or equal to t less than or equal to 1. C2 r bar of t equal to I plus j plus tk. 0 less than or equal to t less than or equal to 1. Integrate f of x y z equal to x plus root y minus z square over the path from 0 0 0 to 1 1 1, given by ഇതിന് C1 എന്ന് പറഞ്ഞാൽ ti plus t square j. അവിടെ k കമ്പോണൻ്റ് ഇല്ല. t varies from 0 to 1. C2 എന്ന് പറയുന്നത് r bar of t equal to I plus j plus tk. 0 less than or equal to t less than or equal to 1. അപ്പോൾ ഇവിടെ ആക്ച്വലി സി എന്ന് പറയുന്നത് എന്താണ്? C1 യൂണിയൻ C2. രണ്ട് കേർവുകൾ നമ്മൾ സെക്കൻഡ് പ്രോബ്ലം ചെയ്തതുപോലെയാണ്. രണ്ട് കേർവുകളുടെ യൂണിയനാണ് സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് C1 യൂണിയൻ C2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡി എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡി എസ് എന്ന് വരും. ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡി എക്സ് എന്ന് വരും. വിച്ച് ഈസ്, അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഇൻ്റഗ്രൽ ഓവർ C1 എന്ന് പറയുന്നത് ഇതാണ്, ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താ? നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതുപോലെ ആദ്യം C1ൻ്റെ ചെയ്യുക. C1ൽ എഫിനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതുമ്പം അത് എക്സിന് ടി, വൈക്ക് ടി സ്ക്വയർ, ഇസഡ് 0. അപ്പോൾ ടി പ്ലസ് റൂട്ട് ടി സ്ക്വയർ ടി പ്ലസ് ടി വരും. മോഡുലസ് ഓഫ് വി ബാർ കണ്ടിട്ട് മോഡുലസ് ഓഫ് വി ബാറും ചെയ്യുക. അവിടെ റേഞ്ച് 0 തൊട്ട് 1 വരെയും തന്നിട്ടുണ്ട്. രണ്ടാമത്തേൻ്റെ അകത്ത് ഐയും ജെയും കോൺസ്റ്റൻസ് ആണ്. ഇസഡ് മാത്രമേ വേരി ചെയ്യും. അപ്പോൾ അത് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1, ഇസഡ് ഈക്വൽ ടു ടി ആണ് കൊടുക്കുന്നത്. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1, ഇസഡ് ഈക്വൽ ടു ടി എടുക്കുമ്പോൾ രണ്ടാമത്തേത് കിട്ടും. അത് രണ്ടും കൂടെ നമ്മൾ എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 1/6 ഇൻറ്റു 5√5 പ്ലസ് 9 വരും. 1/6 5√5 പ്ലസ് 9. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുക.